അറബിക്കടലിൽ തീപിടിച്ച ചരക്ക് കപ്പൽ വാൻഹായിലെ തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കട്ടിയുള്ള പുകയും ഏതാനും ഹോട്ട്സ്പോട്ടുകളും മാത്രമേ കപ്പലിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ കപ്പലിനുള്ളിൽ കയറി കാണാതായ ജീവനക്കാരെ തിരയാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷാ സംഘം. കേരള തീരത്ത് നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ വാൻഹായ് ചരക്ക് കപ്പൽ തീപിടിച്ചിട്ട് 10 ദിവസം. ഇപ്പോഴും കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. കട്ടിയുള്ള പുകയും ഏതാനും ഹോട്ട്സ്പോട്ടുകളും മാത്രമേ കപ്പലിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ദൗത്യസംഘത്തിന്റെ വിലയിരുത്തൽ. ഇതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ കപ്പലിനകത്ത് കയറി പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷാദൗത്യ സംഘം. അപകടത്തിൽ കാണാതായ കപ്പൽ ജീവനക്കാർക്കായുള്ള അന്വേഷണം കപ്പലിനുള്ളിൽ നടത്താനാണ് നീക്കം. കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേർ രക്ഷപ്പെട്ടപ്പോൾ 4 പേരെ കാണാതാവുകയായിരുന്നു. ഇവർക്കായി നാവികസേന തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല. കേരള തീരത്ത് നിന്ന് 45 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഇപ്പോൾ കപ്പൽ കെട്ടിവലിച്ചു മാറ്റിയിരിക്കുന്നത്. 1000 മീറ്ററിലേറെ കടലാഴമുള്ള പ്രദേശമാണിത്. വെല്ലുവിളി നിറഞ്ഞ കടലും കാലാവസ്ഥയും അതിജീവിച്ച് നാവികസേന ഹെലികോപ്റ്റർ മാർഗം കപ്പലിലിറക്കിയ സാൽവേജ് സംഘമാണ് കപ്പലിനെ സാഹസികമായി കെട്ടിവലിച്ചു മാറ്റിയത്. കടലിൽ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന കപ്പൽ കേരള തീരത്തിന് 20 നോട്ടിക്കൽ ദൂരം വരെ എത്തിയിരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം, വിക്രം, സമർത്ഥ് എന്നീ കപ്പലുകളും നാവികസേനയുടെ INS ശാരദ, OSV, ട്രൈറ്റൺ ലിബർട്ടി എന്നിവ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കേരള തീരത്ത് മുങ്ങിക്കിടന്ന MSC എൽസ 3 എണ്ണ പുറത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ജനം, കൊച്ചി.